മലം റെസിപ്പീസിൽ ഇന്ന് നമ്മൾ തയ്യാറാക്കിയെടുക്കുന്നത് അടിപൊളി അവിയലാണ് കേട്ടോ. അതിനായിട്ട് നമ്മൾ കിഴങ്ങും ക്യാരറ്റും അതുപോലെ തന്നെ മുരിങ്ങയ്ക്കയും പടവലയും പച്ചയത്തക്കയും ചേനയും ഇതുപോലെ വൃത്തിയാക്കി ഈ നീളത്തിൽ ഇങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് കുറച്ച് പച്ച വെളിച്ചെണ്ണയും അതുപോലെ തന്നെ കുറച്ച് ഉപ്പും ആവശ്യത്തിന് ഉപ്പ് അതും അതുപോലെ തന്നെ കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്തിട്ട് നമുക്കിതൊന്ന് കുക്ക് ചെയ്തെടുക്കണം. ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുത്ത് വേണം കുക്ക് ചെയ്തെടുക്കാനായിട്ട്. അധികം വെള്ളം ചേർക്കേണ്ട. അതുപോലെ തന്നെ നമ്മൾ കുക്ക് ചെയ്യുമ്പോഴത്തേക്ക് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് കഷ്ണങ്ങളൊന്നും ഉടഞ്ഞു പോകാൻ പാടില്ല കേട്ടോ. പക്ഷെ നല്ല രീതിയിൽ അത് കുക്കായി കിട്ടുകയും വേണം. ആ ഒരു പരുവത്തിന് വേണം നമ്മൾ ഇതിനെ ഒന്ന് വേവിച്ചെടുക്കാൻ. ഇവിടെ കുറച്ച് വെള്ളം മാത്രമാണ് ചേർത്ത് കൊടുക്കുന്നത്. ഹൈ ഫ്ലെയിമിലിട്ട് വേവിക്കേണ്ട, ലോ ഫ്ലെയിമിലിട്ട് വേണം നമ്മളിതൊന്ന് കുക്ക് ചെയ്തെടുക്കാൻ. ഇനി മൂടി വെച്ച് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. അത് വേവുന്ന സമയത്ത് നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ള അരപ്പ് തയ്യാറാക്കാം. ഒരു 1/4 മുറി തേങ്ങയിലേക്ക് 3 കുഞ്ഞുള്ളിയും 1/4 ടീസ്പൂൺ ചെറിയ ജീരകവും ഒരു 4 പച്ചമുളകും ഒരു അല്ലി വെളുത്തുള്ളിയും കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്തിട്ട് ഇതുപോലെ ഒന്ന് ഒതുക്കിയെടുക്കാം. അരഞ്ഞു പോകണ്ട കേട്ടോ, ഇതുപോലെ ഒന്ന് ഒതുക്കിയെടുത്താൽ മതി. ഇനി നമുക്കാണെങ്കിൽ ആ കഷ്ണങ്ങളൊക്കെ ഒന്ന് സൈഡിലേക്ക് മാറ്റിയിട്ട് നടുക്ക് ഭാഗത്തേക്ക് നമുക്ക് ഈ ഒരു അരപ്പൊന്ന് ഇട്ട് കൊടുക്കാം. അതിനുശേഷം ആ കഷ്ണങ്ങൾ കൊണ്ട് തന്നെ നമുക്കിതൊന്ന് മൂടി വെച്ച് കൊടുക്കാം. ആ ഒരു അരപ്പിൻ്റെ ഒരു പച്ച സ്മെല്ല് പോകുന്ന വരെ നമുക്കിനി ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കണം. മൊത്തത്തിൽ മിക്സ് ചെയ്യേണ്ട കാര്യമല്ല, ഇതുപോലെ ഒന്ന് ഒതുക്കി തപ്പി വെച്ച് കൊടുത്താൽ മതി കേട്ടോ. അതിനുശേഷം നമുക്ക് മൂടി വെച്ച് ഒരു 2-3 മിനിറ്റ് ലോ ഫ്ലെയിമിലൊന്ന് കുക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ ഏകദേശം അരപ്പിൻ്റെ ആ റോസ് സ്മെല്ലൊക്കെ പോയി നല്ല രീതിയിൽ വന്നിട്ടുണ്ട്. ഇനി നമുക്കിതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മുടെ ആ കഷ്ണങ്ങളിലെല്ലാം തന്നെ ഈ ഒരു അരപ്പ് കോട്ടായി വരുന്ന രീതിയിൽ നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്കാണെങ്കിൽ ഇതിലേക്ക് ചേർക്കാനുള്ളത് അധികം പുളിയില്ലാത്ത, അതായത് പുളി തീരെ കുറവായിട്ടുള്ള തൈര് വേണം നമ്മളിതിലേക്ക് ചേർക്കാനായിട്ട്. ഇവിടെ ഒരു 1/4 കപ്പ് തൈര് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിലേക്കാണെങ്കിൽ കുറച്ച് കറിവേപ്പിലയും അതുപോലെ തന്നെ കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടി ഈ ഒരു സമയം ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നല്ല പോലെ എല്ലായിടവും ഇതൊക്കെ ഒന്ന് എത്തിച്ചേരുന്ന രീതിയിൽ നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ ഒരു സമയം നല്ലൊരു മണമാണ് കേട്ടോ വരുന്നത്. നല്ലൊരു ടേസ്റ്റാണ് ഈ ഒരു ടൈപ്പിൽ അവിയൽ ഉണ്ടാക്കുമ്പോഴത്തേക്കും. എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. താങ്ക് യു ഫോർ വാച്ചിങ്.